സോളാർ ഗൂഢാലോചന കേസിൽ സംസ്ഥാന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് കനത്ത തിരിച്ചടി. കേസ് നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗണേഷ് കുമാർ നൽകിയ ഹർജി കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കോടതി നടപടികൾ നീട്ടിവെക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കാലത്തെ സാക്ഷിമൊഴികളും കോടതി നടപടികളും രാഷ്ട്രീയമായി ആയുധമാക്കപ്പെടുമെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രധാന വാദം. എന്നാൽ ഈ വാദങ്ങൾ തള്ളിയ കോടതി കേസ് നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെതിരെ DGPക്ക് പരാതി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി. ഭൂമി തട്ടിപ്പ് പരാതി നൽകിയതിന് പിന്നിൽ കടകംപള്ളിയാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം. കഴക്കൂട്ടം സ്വദേശിയായ പ്രതിഭയെക്കൊണ്ട് തനിക്കെതിരെ പരാതി നൽകിപ്പിച്ചുവെന്ന് പോറ്റി ആരോപിച്ചു. ഭൂമി വിലക്ക് വാങ്ങിയതാണെന്നും പോറ്റി പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലായ പ്രതിഭയെ സഹായിക്കാൻ കടകംപള്ളി ആവശ്യപ്പെട്ടിരുന്നുവെന്നും പോറ്റി വെളിപ്പെടുത്തി. തന്നെ കുരുക്കാനും വിവാദങ്ങൾ വഴിതെറ്റിക്കുവാനുമാണ് പരാതിയെന്നും പോറ്റി ആരോപിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച KSU നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ 2 പേർ അറസ്റ്റിൽ. KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ കോഴിക്കോട് വടകര തോടന്നൂരിന്റെ വീടിന് നേർക്കായിരുന്നു ആക്രമണം. CPM പ്രവർത്തകരായ മിഥുൻലാൽ, രൂപേഷ് എന്നിവരെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായ ബിദുൽ ബാലനാണ് റിമാൻഡിലായത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 27 പുലർച്ചെയാണ് ബോംബെറിഞ്ഞത്. മുഖം മറച്ചെത്തിയ 3-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിരുന്നു. വീടിന്റെ ഗേറ്റിന് മുന്നിലെത്തി വീടിന് നേരെ ബോംബെറിയുകയായിരുന്നു അക്രമികൾ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ നീക്കാനായി പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി. കടുത്ത വാദപ്രതിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് പ്രമേയം ശബ്ദവോട്ടോടെ തള്ളിയത്. ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ വലിയ വാക്പോരാണ് നടന്നത്. പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടത് കോൺഗ്രസ് അംഗം ഗൗരവ് ഗൊഗോയി ആയിരുന്നു. ഇത് ഓം ബിർള എന്ന വ്യക്തിക്കെതിരെയുള്ള നീക്കമല്ലെന്നും സഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പ്രമേയം കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാകുന്നു. തിരുവനന്തപുരത്ത് മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങി. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ പ്രവർത്തകർ KSRTC ബസ്സുകളിൽ ഗണേഷ് കുമാറിനെതിരായി പോസ്റ്ററുകൾ ഒട്ടിച്ച് പ്രതിഷേധിച്ചു. തുടരണോ ഈ കോഴിമന്ത്രി എന്നെഴുതിയ പോസ്റ്ററുകളാണ് ഒട്ടിച്ചത്. പോലീസുമായി പ്രവർത്തകർ വാക്കേറ്റം നടത്തി. തുടർന്ന് ഉന്തും തള്ളുമായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ബസ്സുകളിൽ ഒട്ടിച്ച പോസ്റ്റർ പോലീസ് കീറിയതോടെ വാക്കുതർക്കമായി. പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ തെളിവുകൾ പുറത്ത്. ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയത് മുൻ ബോർഡ് പ്രസിഡന്റ് പത്മകുമാറാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കേസിലെ പ്രധാന തെളിവായ 2019 യോഗത്തിന്റെ മിനിറ്റ്സ് പകർപ്പിലാണ് അട്ടിമറി നടന്നിരിക്കുന്നത്. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയിൽ പൊതിഞ്ഞിരിക്കുന്ന പിത്തള ഭാഗങ്ങളിൽ സ്വർണം പൂച്ചുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇതിൽ പിത്തള എന്ന വാക്ക് വെട്ടിത്തിരുത്തി ചെമ്പ് എന്ന് മാറ്റുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് മറുപടിയായാണ് ഈ തിരുത്തൽ വരുത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമാന്തര ഉദ്ഘാടനം. ദേശീയപാത 1-ാം റീച്ച് ജനകീയമായി തുറന്നു നൽകിയത് CH കുഞ്ഞമ്പു MLA ആണ്. ദേശീയപാതയിൽ കാസർഗോഡ് നുള്ളിപ്പാടിലായിരുന്നു സമാന്തര ഉദ്ഘാടനം. കൊച്ചിയിൽ പ്രധാനമന്ത്രി ലാൻഡ് ചെയ്യും മുമ്പായിരുന്നു സമാന്തര ഉദ്ഘാടനം. മുഖ്യമന്ത്രിയും ക്ഷണം ലഭിച്ച 2 മന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കില്ല. പരിപാടിയുടെ അറിയിപ്പ് കിട്ടിയത് ഇന്നലെയാണെന്നും മണ്ഡലത്തിൽ വേറെ പരിപാടികൾ ഉള്ളതുകൊണ്ട് പങ്കെടുക്കില്ലെന്നും മന്ത്രി MV രാജേഷ് അറിയിച്ചു. ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അസൗകര്യമുണ്ടെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചു. സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് വികിരണത്തോത് ക്രമാതീതമായി ഉയരുന്നു. ഇന്ന് 6 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിലെ കണക്കനുസരിച്ച് കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതുപ്രകാരം ജനങ്ങൾ ഗൗരവമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഗർഭിണിക്ക് ക്യാൻസറിനുള്ള ഗുളിക മാറി നൽകിയതായി പരാതി. ഇടുക്കി നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് ഗുളിക മാറി നൽകിയത്. ഫോളിക് ആസിഡ് ടാബ്ലറ്റിന് പകരം ക്യാൻസറിനുൾപ്പെടെ ഉപയോഗിക്കുന്ന ഫോളിട്രാക്സ് നൽകിയതായാണ് ആരോപണം. കമ്പംമെട്ട് സ്വദേശിയായ യുവതിക്കാണ് നെടുങ്കണ്ടം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ മരുന്ന് മാറി നൽകിയത്. കഴിഞ്ഞ ദിവസം ഗർഭാവസ്ഥ സംബന്ധമായ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് യുവതിയെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി LDF പുറത്തിറക്കിയ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന മുദ്രാവാക്യത്തിന് പരിഹാസവുമായി യൂത്ത് കോൺഗ്രസ്.
സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ആയുധമാക്കിയാണ് സോഷ്യൽ മീഡിയയിൽ യൂത്ത് കോൺഗ്രസ് ഈ മുദ്രാവാക്യത്തെ കടന്നാക്രമിക്കുന്നത്. കക്കാനും കൈയിട്ട് വാരാനും മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന കുറിപ്പോടെ LDF പോസ്റ്ററിന് മറുപടി പോസ്റ്റുകൾ പങ്കുവച്ചാണ് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. 2016 എല്ലാം ശരിയാകും, 2021 ഉറപ്പാണ് LDF എന്നീ ഹിറ്റ് വാചകങ്ങൾക്ക് ശേഷം മൂന്നാം ഭരണത്തിലായി LDF അവതരിപ്പിച്ച വാചകത്തെയാണ് യൂത്ത് കോൺഗ്രസ് കടന്നാക്രമിക്കുന്നത്.